99, 199, 299 ഈ 3 പ്രൈസിങ്ങിലുള്ള ഓഫർ പ്രൈസിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ബോയ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഗേൾസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഓഫേഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ന്യൂ ബോൺ തൊട്ടിട്ട് നമുക്ക് 16 ഇയേഴ്സ് വരെ നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. അതിപ്പോൾ സെറ്റ് ആണെന്നുണ്ടെങ്കിലും ഉണ്ടോ, ഷർട്ട് ആണെന്നുണ്ടെങ്കിലും ജീൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഷർട്ട്സിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഹാഫ് സ്ലീവ് ആണെന്നുണ്ടെങ്കിലും ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് ഹിമാലയ ബേക്കറിയുടെ ചേർത്തല ടൗണിലുള്ളത് തന്നെ ഹിമാലയ ബേക്കറിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതിയേ കണ്ടോ. അതായത് ഇപ്പോൾ സെറ്റായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ജീൻസാണ് കണ്ടോ. നമ്മുടെ ഓഫർ ഐറ്റംസിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഒന്ന് പേയ്മെൻറ്റ് ചെയ്തേക്കണേ. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഇത് ഡെസ്പാച്ച് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ആ ഒരു പീസ് അല്ലെങ്കിൽ 2 പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കളക്ഷനിൽ വരുന്നതേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവർ ബുക്ക് ചെയ്ത് അവർ സെലക്ട് ചെയ്തത് അവർക്ക് കിട്ടിയില്ല എന്നൊക്കെ. പക്ഷേ അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്, നമുക്ക് ഈ ഓഫേഴ്സിൻ്റെ ടൈമിൽ നമ്മൾ ആ ഒരു ടൈമിൽ മാത്രമേ നമുക്കത് സേവ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. ഓഫേഴ്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ. ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി. ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ, ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം.